ഹായ് ഹലോ. ഇത് നമുക്ക് നല്ല അടിപൊളി ഒരു ചെമ്പകം പൂവിനെ കൊണ്ടിട്ട് അലിഗേറ്റർ ക്ലിപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒരു ചെമ്പകം ഒട്ടിച്ചാൽ പോരെ, ഇതൊരു വീഡിയോ ആക്കാൻ എന്താ ഉള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഇതേപോലെയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയൊരു ഇതൊന്നുമില്ല, ചെമ്പകം അലിഗേറ്ററിലേക്ക് ഒട്ടിച്ചേക്കുന്നു, അത്ര വലിയ ഇതായിട്ടൊന്നുമില്ല, പണിയായിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫ്ലവറിനെ തന്നെ ചിലവ് കുറച്ചുകൊണ്ട് എന്നാൽ നല്ല വില കൂടിയ ഒരു ഐറ്റമാക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അലിഗേറ്റർ ക്ലിപ്പാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 3 ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്, പേസ്റ്റലിൻ്റെ ചെറിയ ബീഡാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ മുത്തുണ്ടല്ലോ, ഗോൾഡൻ കളറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവറോ വൈറ്റോ ഏത് വേണോ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇതില്ലേ ടിയാരയൊക്കെ ചെയ്യുന്ന വയറുണ്ടല്ലോ, അതെടുക്കുക. ഇതില്ലെങ്കിൽ കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമില്ല. ഇതാണെങ്കിൽ നല്ല പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അത്രയ്ക്കും കട്ടി കുറവാണ്. അപ്പോൾ ആദ്യം ഇതെടുത്തിട്ട് ഞാൻ ആ വൈറ്റ് മുത്തുണ്ടല്ലോ അതാദ്യം ഒന്ന് കോർത്തു. അതിന് ശേഷം ഇതേപോലെ നമ്മുടെ ഗോൾഡൻ മുത്തെടുത്തിട്ട് അതിലേക്ക് കോർത്തെടുക്കുന്നുണ്ട്. ഇതേപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ അറ്റ ഭാഗം ഒന്ന് വളച്ചിട്ട് ഈ ഗോൾഡൻ ബീഡില്ലേ അത് മാത്രമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് കറക്കി എടുക്കണം, അതായത് അതൊന്ന് ചുറ്റി കിട്ടണം. എന്നിട്ട് ഇവിടെ ഒരു ആ ഗോൾഡൻ കളറിൻ്റെ അവിടെ ഒന്ന് ഗ്ലൂ തേച്ചിട്ട് ഈ ബീഡിനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഇടഭാഗത്ത് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ 7000 പോലുള്ളത് ഉപയോഗിക്കാം. ചെറുതായിട്ട് മതി, ഒരുപാടൊന്നും വേണ്ട ഗ്ലൂ. അപ്പോൾ കുറച്ച് ഗ്ലൂ ഇതുപോലെ ആക്കിയിട്ട് നമ്മളങ്ങ് പൊക്കി കൊടുക്കുമ്പോഴേക്കും മറ്റേ ബീഡിനോട് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇനിയും ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏതാണ്ട് നീളം ഇട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ കുറച്ച് ഞാനിങ്ങനെ ഇതിന് ആദ്യം ചെയ്യുന്നതിന് ഇങ്ങനെ മടക്കി ഒരെണ്ണം കൂടി ചെയ്യാനായിട്ടുള്ളത് ഇട്ടതിന് ശേഷം അവിടെ നിന്ന് ഇത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ അറ്റത്തും കൂടി ഇപ്പം ചെയ്ത അതേപോലെ ഒരു വൈറ്റ് ബീഡും ഇട്ട് പിന്നെ ആ ഗോൾഡൻ ബീഡും ഇട്ട് അതിനെ തിരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മടക്കുമ്പോൾ 2 ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ഒരു കമ്പി എടുത്തിട്ട്, ചെറിയൊരു കമ്പി എടുത്തിട്ട് ഇതേപോലെ ആ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുള്ള അതും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഈ 3 കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഈ 3 ബീഡും ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഈ താഴെയുള്ള ഭാഗം ഇതുപോലെ ചുരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ കമ്പിയൊക്കെ പുറത്തോട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് അകത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ഇതിൻ്റെ ബീഡിൻ്റെ ഒരു ബഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യണം, ഈ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്ലാക്ക് കളർ അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം. ഏതാണ്ട് സെൻറ്റർ ഭാഗത്ത് ഗ്ലൂ തേച്ചിട്ട് കുറച്ച് നീളത്തിൽ മുന്നോട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗത്ത് നമ്മൾ ബീഡ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അതെടുത്ത് ഒട്ടിച്ചു കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്ത് അതൊന്ന് ഒട്ടിക്കഴിയുമ്പം നമുക്ക് ചെമ്പകം പൂവെടുത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലൂ നന്നായിട്ട് ഒട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, ചൂടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അതെല്ലാം അഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നുകൂടെ ഗ്ലൂ ഗണ്ണ് ചൂടാക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഏറ്റവും മുകളിലത്തേതായി ഈ ഭാഗം മുതൽ അങ്ങ് നമ്മൾ ബീഡ് ഒട്ടിച്ചതിൻ്റെ ആ എൻഡ് ഭാഗം വരെ ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഗ്ലൂ തേച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ ചെമ്പകപ്പൂ എടുത്തിട്ട് അതിൻ്റെ ഒരു ഇതളെടുത്ത് ഇതിൻ്റെ അറ്റ ഭാഗത്ത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ അങ്ങ് ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കണം കേട്ടോ, അത് പെട്ടെന്ന് ഒട്ടിക്കോട്ടെ. ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു അലിഗേറ്റർ ക്ലിപ്പായി ചെമ്പകപ്പൂവിൻ്റെ. അപ്പം നമ്മൾ സാധാരണ ഒട്ടിച്ചത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതേപോലെ ഒരുപാട് കളറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അതേപോലെ പല കളറിൽ പല ഷെയ്ഡിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ ബീഡ് ഇട്ടേലും ഞാൻ പല കളറ് മിക്സാക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൈറ്റും പിങ്കും ഡാർക്ക് പിങ്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും വാങ്ങും.
അപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ വെറുതെ അലിഗേറ്റർ ക്ലിപ്പിൽ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തുനിന്നും കിട്ടുന്ന ഒരു ഐറ്റം ആയിട്ടേ അവർക്ക് തോന്നും. അതേസമയം ഇതേപോലെ കുറച്ച് ബീഡൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കുവാണെങ്കിൽ അത് അവർ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങും. ഷോപ്പിലത്തേക്കൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും. ഇത് കണ്ടോ, കുഞ്ഞുങ്ങൾ നടക്കുകയോ ഓടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ബീഡ് നല്ല വൈബ്രേറ്റ് ചെയ്ത് ഇതുപോലെ അനങ്ങിക്കൊണ്ടിരിക്കും. നല്ല ഭംഗിയാണ് അങ്ങനെ കാണാനായിട്ട്. നമ്മൾ ഈ ബട്ടർഫ്ലൈയുടെയൊക്കെ ഇത് അനങ്ങുന്ന കണക്ക് നല്ല ഭംഗിയിൽ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഇഷ്ടമായിരിക്കും ഇതിന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഷോപ്പുകാർ എടുക്കും. ഇതിൽ നമ്മൾ സാധാ ചെമ്പകം ഒട്ടിച്ചത് കൂടി വെച്ചിട്ടുണ്ട്. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്ക് ഒന്നിച്ച് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഏതാ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള, സാധാരണ ഒട്ടിക്കുന്നതാണോ ഇതേപോലെ ബീഡ് വെച്ചിട്ടുള്ളതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ.